മകളെ, കൗരവ പാണ്ഡവ യുദ്ധം ആരംഭിക്കുകയാണ്. കുരുക്ഷേത്ര ഭൂമി 18 അക്ഷൗഹിണി സൈന്യത്താൽ നിറഞ്ഞു. പാണ്ഡവരുടെ സർവ്വസൈന്യാധിപൻ ദൃഷ്ടദ്യുമ്നനും കൗരവരുടെ സൈന്യാധിപൻ ഭീഷ്മരും ആയിരുന്നു. കൗരവരുടെ എല്ലാ സൈന്യത്തിൻ്റെയും മേൽനോട്ടം ദുര്യോധനും പാണ്ഡവരുടെ സൈന്യത്തിൻ്റെ മേൽനോട്ടം ഭീമസേനനും ആയിരുന്നു. യുദ്ധഭൂമിയിൽ എത്തിയ സൈന്യാധിപന്മാർ ശംഖുമുഴക്കി യുദ്ധസന്നദ്ധത പ്രഖ്യാപിച്ചു. ഈ സമയത്ത് ശ്രീകൃഷ്ണൻ തെളിക്കുന്ന രഥത്തിൽ അർജുനൻ യുദ്ധഭൂമിയിലേക്ക് വന്നു. കൗരവപക്ഷത്ത് തനിക്ക് വധിക്കേണ്ട ബന്ധുമിത്രാദികളെ ഒന്ന് കാണുവാൻ വേണ്ടി ഇരു സൈന്യത്തിൻ്റെയും മധ്യത്തിൽ രഥം നിർത്തിക്കൊടുക്കുവാൻ അർജുനൻ ശ്രീകൃഷ്ണനോട് ആവശ്യപ്പെട്ടു. രഥത്തിലിരുന്നു കൊണ്ട് കൗരവ സൈന്യത്തിൻ്റെ നേർക്ക് കണ്ണോടിച്ച അർജുനൻ അവിടെ മുൻനിരയിൽ നിൽക്കുന്ന ഭീഷ്മർ, ദ്രോണർ തുടങ്ങിയ മഹാരഥന്മാരെ കണ്ട് തനിക്ക് യുദ്ധം ചെയ്യുവാൻ കഴിയില്ലെന്നും തൻ്റെ കൈകളാൽ മരിക്കേണ്ട ബന്ധുമിത്രാദികളെ കണ്ടപ്പോൾ ശരീരം തളർന്നു പോകുന്നു എന്ന് പറഞ്ഞ് രഥത്തിൽ ഇരുന്നു പോയി. യുദ്ധം വേണ്ടെന്ന് പ്രഖ്യാപിച്ച അർജുനനെ സ്വന്തം കർമ്മം അനുഷ്ഠിക്കേണ്ടതിൻ്റെ ആവശ്യകത ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയും ക്ഷത്രിയൻ്റെ ധർമ്മം യുദ്ധമാണെന്നും ഒരു ഫലവും ആഗ്രഹിക്കാതെ സ്വന്തം കർമ്മം അനുഷ്ഠിക്കണമെന്നും പറഞ്ഞ് അർജുനനെ ഭഗവാൻ ഉത്സാഹിപ്പിക്കുന്നു. ഈ ഉപദേശങ്ങളെല്ലാം ചേർത്ത് വ്യാസൻ രചിച്ച മഹാഭാരത ഭാഗമാണ് ഭഗവത്ഗീത. ഭഗവാന്റെ പാട്ട് എന്ന് അർത്ഥം. സംസ്കൃത ശ്ലോകങ്ങളായിട്ടാണ് വ്യാസൻ ഇത് രചിച്ചിട്ടുള്ളത്. അതിനാലാണ് ഗീതം അഥവാ പാട്ട് എന്നർത്ഥം വരുന്ന തരത്തിൽ ഭഗവാന്റെ പാട്ട് അഥവാ ഭഗവത്ഗീത എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. ശ്രീകൃഷ്ണൻ പിന്നീട് നൽകിയ ഉപദേശങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. അർജുനൻ ചോദിച്ചു, കൃഷ്ണ, ജ്ഞാനമാണ് കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമെന്ന് അങ്ങ് വിശ്വസിക്കുന്നുവെങ്കിൽ എനിക്ക് യാതൊരു താല്പര്യവുമില്ലാത്ത ഈ പ്രവൃത്തിയിലേക്ക് എന്തിനാണ് എന്നെ നിർബന്ധിച്ചയക്കുന്നത്? യുദ്ധം ചെയ്ത് ഈ കാണുന്ന ബന്ധുമിത്രാദികളെയെല്ലാം യമപുരിയിലേക്ക് അയക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനായി എന്നെപ്പോലെ ഒരാൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ എന്തിനാണ് പറയുന്നത്? അങ്ങയുടെ വാക്കുകൾ എൻ്റെ ബുദ്ധിയെ മരവിപ്പിക്കുന്നു. എനിക്ക് അനുയോജ്യവും ശ്രേയസ്കരവുമായ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചിന്തിച്ചുറപ്പിച്ച് എനിക്ക് പറഞ്ഞു തന്നാലും. ശ്രീകൃഷ്ണൻ പറഞ്ഞു, പാർത്ഥ, നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈ ലോകത്ത് 2 തരം നിഷ്ഠകളാണുള്ളത്. സംഖ്യായോഗികൾക്ക് വേണ്ടി ജ്ഞാനനിഷ്ഠയും കർമ്മയോഗികൾക്ക് വേണ്ടി കർമ്മനിഷ്ഠയും. ഒരു മനുഷ്യനും ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കുവാൻ കഴിയില്ല. കർമ്മം ചെയ്യുക എന്നത് ജന്മസിദ്ധമായ ഗുണങ്ങൾ വെച്ചുകൊണ്ട് മനുഷ്യ സമൂഹം ഒന്നടങ്കം ചെയ്യേണ്ട പ്രവൃത്തിയാണ്. ബാഹ്യമായി മനുഷ്യനുള്ള ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് അന്തരിന്ദ്രിയത്തെ വിഷയങ്ങളിൽ വ്യാപരിപ്പിക്കുന്നവരെ മിഥ്യാചാരി എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയൂ. എന്നാൽ ശ്രേഷ്ഠനായ യോഗി ഇന്ദ്രിയങ്ങളെ ജയിച്ചടക്കി ഒന്നിലും തൽപരനാകാതെ ബാഹ്യേന്ദ്രിയങ്ങളാലും അന്തരിന്ദ്രിയങ്ങളാലും കർമ്മയോഗം അനുഷ്ഠിക്കുന്നു. അതിനാൽ അർജുന, നീ ആസക്തികളെല്ലാം വെടിഞ്ഞ് നിന്റെ യജ്ഞത്തിന് വേണ്ടി നിന്റെ കർത്തവ്യമായ കർമ്മം അനുഷ്ഠിക്കൂ. കൽപ്പാരംഭത്തിൽ യജ്ഞങ്ങളോടൊപ്പം പ്രജകളെയും സൃഷ്ടിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ അവരോട് പറഞ്ഞു, യജ്ഞങ്ങൾ നിർവഹിച്ച് നിങ്ങൾ അഭിവൃദ്ധി നേടുക. യജ്ഞം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം തരും. യജ്ഞം ചെയ്യുമ്പോൾ നിങ്ങൾ ദേവന്മാരെ ധ്യാനിക്കുക. അവർ നിങ്ങൾക്ക് എല്ലാം തന്നുകൊള്ളും. നിസ്വാർത്ഥരായി സമഭാവനയോടെ യജ്ഞം നിർവഹിക്കുമ്പോൾ നിങ്ങൾ പരസ്പരം അഭിവൃദ്ധി നൽകുന്നു. ദേവന്മാർ നൽകുന്ന ഭോഗങ്ങൾ അനുഭവിച്ചിട്ട് അവർക്ക് യജ്ഞം നൽകാത്തവൻ നീചനാണ്. യജ്ഞാവസരത്തിൽ ശേഷിക്കുന്ന അന്നം ഭുജിക്കാത്തവൻ ഒരിക്കലും രക്ഷപ്പെടില്ല. സ്വന്തം ശരീരത്തെ പോഷിപ്പിക്കുവാൻ വേണ്ടി അന്നം പാചകം ചെയ്യുന്നവൻ പാപത്തെ തന്നെ ഭുജിക്കുന്നു. എല്ലാ ജീവജാലങ്ങളും അന്നം കൊണ്ട് ജീവിക്കുന്നു. വർഷമാണ് അന്നത്തെ ഉൽപ്പാദിപ്പിക്കുന്നത്. വർഷത്തെ യജ്ഞങ്ങൾ നൽകുന്നു. കർമ്മങ്ങളിൽ നിന്ന് യജ്ഞവും കർമ്മം വേദങ്ങളിൽ നിന്നും വേദം ഈശ്വരനിൽ നിന്നും പിറക്കുന്നു. ഈശ്വരൻ യജ്ഞങ്ങളിൽ കുടികൊള്ളുന്നു. ഈ പരമമായ ചക്രത്തെ ഗ്രഹിക്കാതെ ഭോഗങ്ങളിൽ ഇന്ദ്രിയങ്ങളെ വ്യാപരിപ്പിക്കുന്ന മനുഷ്യൻ അവൻ്റെ ജീവിതം കൊണ്ട് ഒന്നും നേടുന്നില്ല. ആത്മാവിൽ ആരംഭിച്ച് ആത്മസംതൃപ്തനായി കഴിയുന്നവന് ഇവിടെ കർത്തവ്യമായി ഒന്നുമില്ല. ആ മഹാത്മാവിന് കർമ്മം അനുഷ്ഠിക്കുന്നത് കൊണ്ടോ അനുഷ്ഠിക്കാതിരിക്കുന്നത് കൊണ്ടോ ഒന്നും നേടുവാനുമില്ല. ഒരു ജീവരാശിയോടും അയാൾക്ക് അർത്ഥപൂർണമായ ഒരു ബന്ധവും ഉണ്ടാവുകയില്ല. അതിനാൽ പാർത്ഥ, നീ മോഹങ്ങളില്ലാതെ നിരന്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ഇപ്രകാരം കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എത്രയോ പേർ സിദ്ധി നേടിയിട്ടുണ്ട്. അതിനാൽ ലോകനന്മയ്ക്ക് വേണ്ടിയെങ്കിലും നീ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം.
ശ്രേഷ്ഠമായ പ്രവൃത്തികളെ മനുഷ്യൻ അനുകരിക്കുന്നു. അത്തരം പ്രമാണങ്ങളെ ജനങ്ങൾ അംഗീകരിക്കുന്നു. അർജുന, എനിക്ക് ത്രിലോകങ്ങളിലും നേടാനായി ഒന്നുമില്ല, നേടാൻ കഴിയാത്തതുമായും ഒന്നുമില്ല. എങ്കിലും ഞാൻ എൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. കർമ്മങ്ങൾ യഥാകാലം ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ വലിയ ദോഷങ്ങളുണ്ടാകും. ഈ ലോകം എൻ്റെ കർമ്മങ്ങളെ പിന്തുടരുന്നവരാണ്. അപ്പോൾ ഞാൻ കർമ്മവിമുഖനായാൽ ലോകം കൊടിയ നാശത്തിൽ പതിക്കും. അതുകൊണ്ട് പാർത്ഥ, അജ്ഞാനികൾ ആസക്തിയോടെ കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ ജ്ഞാനികൾ ആസക്തിയില്ലാതെ തൻ്റെ കർമ്മങ്ങളിൽ മുഴുകണം. സ്വയം ശാസ്ത്രവിധിയായ കർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ട് മറ്റുള്ളവരും കർമ്മത്തിൻ്റെ മാർഗത്തിലെത്തിച്ചേരുവാൻ ജ്ഞാനികൾ പ്രേരിപ്പിക്കണം. അഹങ്കാരം ഉള്ളിൽ വെച്ചുകൊണ്ട് അജ്ഞാനി താനാണ് എല്ലാം ചെയ്യുന്നതെന്ന് വീൺവാക്ക് പറയുന്നു. എന്നാൽ യഥാവിധി കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്ന ജ്ഞാനി ഈശ്വര ചൈതന്യമാണ് എല്ലാ ഗുണങ്ങളിലും പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി ഒന്നിലും ആസക്തനാകുന്നില്ല. പാർത്ഥ, ഞാൻ ചരത്തിലും അചരത്തിലും വസിക്കുന്ന സർവന്തര്യാമിയാണ്. നീ എന്നിൽ മനസ്സ് സമർപ്പിച്ച് സർവസംഘങ്ങളിൽ നിന്നും മുക്തി നേടി ആശയും സംഘവും ഉപേക്ഷിച്ച് നിന്റെ കർമ്മമായ യുദ്ധം ചെയ്യുക. എൻ്റെ വാക്കുകളെ നീ ആചരിച്ചാൽ ഇപ്പോഴത്തെ നിന്റെ ദുഃഖങ്ങളിൽ നിന്നും മോചനവും കർമ്മങ്ങളിൽ നിന്ന് വിജയവും ലഭിക്കും. രാഗദോഷങ്ങൾ ക്ഷേമമാർഗത്തിൽ തടസ്സമുണ്ടാക്കുന്ന ശത്രുക്കളാണ്. ഓരോ ജീവികളും അവരുടെ പ്രകൃതി അനുസരിച്ചാണ് പെരുമാറുന്നത്. എത്ര ഭംഗിയായി പ്രവർത്തിച്ചാലും അന്യകർമ്മങ്ങൾ അന്യത് തന്നെയാണ്. ഒരിക്കലും അതിന് സ്വകർമ്മത്തോളം വൈശിഷ്ട്യമുണ്ടാകുന്നില്ല. അർജുനൻ ചോദിച്ചു, കൃഷ്ണ, മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കൂടിയും ചില പാപകർമ്മങ്ങൾ ആരോ നിർദ്ദേശിച്ചതുപോലെ ചെയ്തു പോകാറുണ്ട്. എന്താണതിന് കാരണം? ശ്രീകൃഷ്ണൻ പറഞ്ഞു, അർജുന, മോഹങ്ങൾ രജോഗുണങ്ങളിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. പുക കൊണ്ട് അഗ്നിയും മാലിന്യം കൊണ്ട് കണ്ണാടിയും മറുപിള്ളയാൽ ഗർഭവും മറഞ്ഞിരിക്കുന്നത് പോലെ ജ്ഞാനത്തെ ദുഷ്ടമോഹങ്ങൾ മറച്ചു കളയുന്നു. അഗ്നിയിൽ എത്ര തന്നെ ഇന്ധനമിട്ടാലും എല്ലാം ചാമ്പലാകുന്നതുപോലെ എത്ര നൽകിയാലും തൃപ്തമാകാത്ത കാമം ജ്ഞാനികളുടെ ശക്തനായ ശത്രുവാണ്. ഇന്ദ്രിയങ്ങളും ബുദ്ധിയും മനസ്സുമെല്ലാം കാമത്തിൻ്റെ മൂടലിൽ തിളക്കം നഷ്ടപ്പെട്ട് നിദ്ര പ്രാപിക്കുന്നു. പാർത്ഥ, നീ നിന്റെ കാമത്തെ അടക്കുക. മനുഷ്യൻ്റെ സ്ഥൂല ശരീരത്തിനുള്ളിൽ സൂക്ഷ്മങ്ങളായ ഇന്ദ്രിയങ്ങളും അതിനതീതമായി മനസ്സും മനസ്സിനു മേലെയായി ബുദ്ധിയും ബുദ്ധിയെ നിയന്ത്രിക്കുന്ന ആത്മാവും നിലകൊള്ളുന്നു. ഇങ്ങനെ ശക്തവും ശ്രേഷ്ഠവുമായ ആത്മാവിനെ മനസ്സിലാക്കി ബുദ്ധിപൂർവം മനസ്സിനെ നിയന്ത്രിച്ച് കാമമെന്ന പിശാചിനെ ശത്രുഭാവത്തിൽ വധിക്കുക. ഈ യോഗമെല്ലാം പണ്ട് ഞാൻ സൂര്യന് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. സൂര്യൻ മനുവിന് ആ ഉപദേശം നൽകി. മനു ഇക്ഷ്വാകുവിന് നൽകി. അങ്ങനെ ആ യോഗം കൈമാറി രാജർഷിമാരിലും ഋഷിമാരിലും എത്തിച്ചേർന്നു. പിന്നീടത് ഭൂമിയിൽ നഷ്ടമായി. നീ എൻ്റെ പരമഭക്തനും സുഹൃത്തുമായതിനാൽ ഇപ്പോൾ ഞാനത് നിനക്ക് ഉപദേശിച്ചു തന്നു. അർജുനൻ ചോദിച്ചു, കൃഷ്ണ, അങ്ങ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. കൽപ്പാന്തത്തിലാണ് സൂര്യൻ്റെ ഉത്ഭവം. എന്നിട്ടും കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അങ്ങ് സൂര്യൻ ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയുന്നത് മനസ്സിലായില്ല. കൃഷ്ണൻ പറഞ്ഞു, സവ്യസാചി, നിനക്കും എനിക്കും ഒട്ടേറെ ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നിനക്കോർമ്മയില്ല. എനിക്ക് എല്ലാം സ്ഫടികം പോലെ ഓർമ്മയുണ്ട്. ഞാൻ അജനും അവ്യയനും സർവേശ്വരനും നിത്യനുമാണ്. എങ്കിലും എൻ്റെ സ്വന്തം പ്രകൃതത്തെ അധീനതയിലാക്കിക്കൊണ്ട് മായയാൽ യഥാസമയത്ത് ഞാൻ പ്രത്യക്ഷനാകുന്നു. പാർത്ഥ, എപ്പോഴൊക്കെ ധർമ്മത്തിന് ക്ഷീണം സംഭവിച്ച് അധർമ്മം മുന്നിലെത്തുന്നുവോ അവിടെ ധർമ്മം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി ഞാൻ ഓരോ രൂപങ്ങളിൽ അവതരിക്കുന്നു. സജ്ജനങ്ങളെ സംരക്ഷിക്കുവാനും പാപികളെ നിഗ്രഹിക്കുവാനും ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യുന്നതിനും യുഗങ്ങൾ തോറും ഞാൻ അവതരിക്കുന്നു. എൻ്റെ ദിവ്യങ്ങളായ ജന്മങ്ങളെയും കർമ്മങ്ങളെയും ശാസ്ത്രീയമായി അറിയുവാൻ ഏതൊരാളും ജന്മം സ്വീകരിക്കാതെ ശരീരമുപേക്ഷിച്ച് എന്നിൽ അഭയം തേടുന്നു. അർജുന, ഭക്തന്മാർ ഏതു വിധത്തിൽ എന്നെ ഭജിക്കുന്നുവോ ആ വിധത്തിൽ തന്നെ ഞാൻ അവരെയും ഭജിക്കുന്നു. എല്ലാ മനുഷ്യരും കർമ്മങ്ങളുടെ ഫലം നേടുവാൻ കാമക്രോധമോഹങ്ങളെല്ലാം വെടിഞ്ഞ് ധർമാനുഷ്ഠരും സ്വസ്ഥചിത്തരുമായി എൻ്റെ മാർഗത്തിൽ എത്തണം. പാർത്ഥ, കർമാകർമ്മങ്ങളെ വേർതിരിച്ചറിയുവാൻ യോഗികൾ പോലും ബുദ്ധിമുട്ടുന്നു. കർമ്മതത്വങ്ങളെക്കുറിച്ച് കേട്ടുകൊള്ളുക. കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കണ്ടെത്തുന്ന ബുദ്ധിമാൻ
എല്ലാ കർമ്മങ്ങൾക്കും കാരണമാകുന്ന ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും കൂടാതെ ശാസ്ത്രത്തിൽ അടിയുറച്ച കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സകല കർമ്മങ്ങളും അറിവിൻ്റെ അഗ്നിയിൽ ചാമ്പലായിത്തീരും. ഇങ്ങനെ തിരിച്ചറിവുണ്ടാകുന്ന ജ്ഞാനിയെ പണ്ഡിതന്മാർ പോലും ആരാധിക്കുന്നു. കർമ്മങ്ങളിലും അതിൻ്റെ ഫലങ്ങളിലും ഉള്ള താല്പര്യം വെടിഞ്ഞ് ഭൗതികമായ ലോകത്തെ ആഗ്രഹിക്കാതെ പരമാത്മാവിനെ മാത്രം ആശ്രയിച്ച് കർമ്മങ്ങളെ അനുഷ്ഠിക്കുമ്പോൾ എല്ലാം ഒരു ശൂന്യഭാവം കൈവരിക്കുന്നു. ആഗ്രഹിക്കാതെ സ്വയം വന്നു ചേരുന്നതിൽ തൃപ്തിയടഞ്ഞ് കോപം ഉപേക്ഷിച്ച് അമിത ആഹ്ലാദത്തിൽ ഉന്മാദം കൊള്ളാതെ നേട്ടങ്ങളിലും കോട്ടങ്ങളിലും സ്വസ്ഥബുദ്ധിയായിരിക്കുന്ന യോഗി കർമ്മങ്ങളെല്ലാം ചെയ്താലും അയാൾ നിഷ്ക്രിയനാകുന്നില്ല. യജ്ഞം അനുഷ്ഠിക്കുമ്പോൾ അവ നല്ലതാകാൻ ചെയ്യുന്നവരും കേൾവി, കാഴ്ച തുടങ്ങിയ ഇന്ദ്രിയ ഫലങ്ങളെ പരബ്രഹ്മത്തിൽ അർപ്പിക്കുന്നവരും ആത്മാവിനെ തന്നെ പരബ്രഹ്മത്തിൽ ലയിപ്പിക്കുന്നവരുമുണ്ട്. ചിലർ ഇന്ദ്രിയ വ്യാപാരങ്ങൾക്കൊപ്പം ജ്ഞാനം കൊണ്ട് നേടിയ ആത്മാവിഷ്കാരത്തെ തന്നെ നിയന്ത്രണങ്ങളാകുന്ന അഗ്നിയിൽ ലയിപ്പിക്കുന്നു. ദ്രവ്യയജ്ഞം, തപോയജ്ഞം, യോഗയജ്ഞം തുടങ്ങി പല യജ്ഞങ്ങളും അനുഷ്ഠിക്കപ്പെടുന്നുണ്ട്. അർജുന, യജ്ഞം യഥാവിധി അനുഷ്ഠിക്കുന്നവന് ഈ ലോകം തൃപ്തി നൽകുന്നതേയില്ല. മനസ്സ്, ശരീരം, ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ പ്രവർത്തനത്താൽ ഇവയെല്ലാം നേടാവുന്നതാണ്. ജ്ഞാനയജ്ഞമാണ് ഏറ്റവും ശ്രേഷ്ഠം. അതിനാൽ നീ ജ്ഞാനാർത്ഥിയായി ഒരു ശ്രേഷ്ഠ ആചാര്യനെ പരിചരിക്കുക. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം നിൻ്റെ ഉള്ളിലെ ജ്ഞാനത്തെ ഉണർത്തും. അതോടെ നീ നിൻ്റെ ഉള്ളം തിരിച്ചറിയും. സകല ജീവജാലങ്ങളിലും നീ പരബ്രഹ്മത്തെ ദർശിക്കും. ഈ ലോകത്ത് ജ്ഞാനം പോലെ ശ്രേഷ്ഠമായി ഒന്നുമില്ല. തുടർന്ന് പാർത്ഥൻ കുറേയേറെ കാര്യങ്ങൾ ശ്രീകൃഷ്ണനോട് ചോദിച്ച് മനസ്സിലാക്കി. ഒടുവിൽ ഭഗവാന്റെ വിരാട് രൂപം ദർശിക്കണമെന്ന് അർജുനൻ ആവശ്യപ്പെട്ടു. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.